നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പരമാവധി നേട്ടമുണ്ടാക്കാവുന്ന അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒമാനിലെ പ്രവാസികൾക്ക് നാട്ടിലോട്ട് ഇപ്പോൾ പണം അയച്ചാൽ വൻ നേട്ടമുണ്ടാക്കാം. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ രൂപ തകർച്ചയിൽ എത്തിയതോടെ ഒമാൻ റിയാൽ വിനിമയ നിരക്ക് കുതിച്ചുയരുകയാണ്. ഇതിൽ വലിയ സന്തോഷത്തിലാണ് ഒമാനിലെ പ്രവാസികൾ. വിനിമയ നിരക്ക് ഉയരുന്നത് കാണുമ്പോൾ പലരും നാട്ടിലേക്ക് പണം അയക്കും. വീട് പണി പൂർത്തിയാക്കാത്തവരും കടങ്ങൾ ഉള്ളവരും എല്ലാവരും ഈ സമയത്ത് പലപ്പോഴും കടം വാങ്ങി നാട്ടിലേക്ക് പണം അയക്കാറുണ്ട്. കോവിഡ് പ്രതിസന്ധി വന്നതു മുതൽ വലിയ തരത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ഇന്നും കരകയറിയിട്ടില്ല. പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു. ഈ സമയത്ത് ചില കമ്പനികൾ ഇതൊന്നും ഇപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ല. വിനിമയ നിരക്ക് ഉയരുന്നത് പ്രവാസികൾ വലിയ അനുഗ്രഹമായാണ് കാണുന്നത്. ഒമാൻ റിയാൽ വിനിമയ നിരക്ക് ഇപ്പോൾ 215 കടക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ രൂപയുടെ താഴ്ന്ന നിരക്ക് തന്നെയാണ് റിയാലിന്റെ മൂല്യം വർദ്ധിക്കാൻ കാരണമായത്. ഒരു റിയാലിന് 214.20 രൂപ എന്ന നിരക്കാണ് വെള്ളിയാഴ്ച നൽകിയത്. ശനി ഞായർ ദിവസങ്ങൾ അവധിയായതിനാൽ ഇതേ നിരക്കിൽ തന്നെ തുടരും. അല്ലെങ്കിൽ 1 രൂപ കൂടാനും സാധ്യതയുണ്ട്. എന്തായാലും 214-215 നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. അന്താരാഷ്ട്ര പോർട്ടലായ XE എക്സ്ചേഞ്ചിൽ ഒരു റിയാലിന് 214.90 രൂപ എന്ന നിരക്കാണ് അവർ കാണിക്കുന്നത്. കഴിഞ്ഞ 8 ആഴ്ചയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രൂപയുടെ നിരക്ക് താഴ്ന്നു തന്നെയാണ്. ഒരു ഡോളറിന് 82.66 രൂപയാണ് വെള്ളിയാഴ്ച ലഭിച്ചത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് കൈക്കൊള്ളുന്ന നടപടികൾ കാരണമാണ് ഡോളർ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത്. ഡോളർ ഇൻഡെക്സ് 2% കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് പ്രതീക്ഷിച്ച അത്ര ഉയർന്നിട്ടില്ല. ഇത് കാരണമാണ് ഡോളർ ശക്തമായിരിക്കുന്നത്. ഈ വർഷം മാർച്ച് 16 ശേഷമുള്ള ഉയർന്ന നിരക്കാണ് ഇപ്പോൾ റിയാലിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പണം അയക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. മാർച്ച് 16 XE എക്സ്ചേഞ്ചിൽ വിനിമയ നിരക്ക് 214.90 വരെയാണ് എത്തിയിരുന്നത്. പിന്നീട് വിനിമയ നിരക്ക് താഴേക്ക് പോവുകയും അതിനുശേഷം ഉയർന്നു വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലഭിച്ചിരുന്നത് 202.30 എന്ന രീതിയിൽ ആയിരുന്നു. നിലവിൽ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് കൂടുതലാണ്. അപ്പോൾ അധികം വൈകാതെ നാട്ടിലേക്ക് പണം അയക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. ഇത് നിങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു അവസരം തന്നെയാണ്. അതിപ്പോൾ 1 രൂപ കൂടുതൽ കിട്ടിയാലും നേട്ടം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.